ചിതറിയ ഓർമ്മകളിൽ പോരാട്ടങ്ങളുടെ നിമിഷങ്ങളാണ്. വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ നിറത്തിൽ തെളിഞ്ഞത് മുത്തങ്ങയിലെ ഓർമ്മകളാണ്. ഞാനൊരു 5.5 വയസ്സിലാണ് ഞാൻ ഭൂമി സമരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഞാൻ പ്രധാനമായിട്ടും എൻ്റെ കുടുംബവും എൻ്റെ ഫാമിലിയും ഞാനടങ്ങുന്ന ജനവിഭാഗങ്ങൾ ഒരുപാട് തന്നെ മുത്തങ്ങ പോലുള്ള സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ മുതലാണ് ഞാൻ ഭൂസമരങ്ങളെ കുറിച്ചുള്ള സ്റ്റഡീസും കാര്യങ്ങളും എല്ലാം എൻ്റെ മെമ്മറി ഉള്ളത്. വീട് കത്തുന്ന ഒരു ഇമേജ് എപ്പോഴും മൈൻഡിൽ കിടക്കുന്ന സമയത്ത് ഇതിനെ പൊടി പിടിച്ചൊരു മനുഷ്യനായിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതിൻ്റെ ആർട്ടിലൂടെ എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളത് 2018 ശേഷം എനിക്കിത് മനസ്സിലായി. സമരകാലത്ത് കുഞ്ഞുങ്ങൾക്ക് അഭയമൊരുക്കിയ അമ്മ വരയിൽ ഒറ്റമരത്തണലായി. പേടിച്ചരണ്ട കുഞ്ഞുമുഖങ്ങൾ, തകർന്ന കുടിലുകൾ, ഒറ്റയ്ക്ക് കണ്ടുനിന്ന നഷ്ടങ്ങൾ ചിത്രങ്ങളായി. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ ഡിഗ്രി ഷോയുടെ ഭാഗമായി പ്രദർശനത്തിനെത്തിയ കലാരൂപങ്ങളിൽ ജീവിതാംശം നിറഞ്ഞു. പ്രതിരോധങ്ങൾ അതൊക്കെ ആവിഷ്കാര രൂപങ്ങളിൽ മാറി വരുന്നത് കാണാം. ഒരു സെൻസിബിലിറ്റി, വിഷ്വൽ സെൻസിബിലിറ്റി വളരെ റാപ്പിഡായിട്ട് ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ ജീവിത പരിസരത്ത് കണ്ടതൊക്കെയും നിറങ്ങളായി ഇവിടെയുണ്ട്. ഇപ്പം മയിൽ എൻ്റെ ഇതായിട്ട് വരുന്ന വിഷയങ്ങളിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അതൊരു കാലാവസ്ഥാ മാറ്റത്തിനും കൂടെ ഒരു അടയാളമായിട്ടാണ് കൊണ്ടുവരുന്നത്. മയിൽ കാണാൻ ഭംഗിയുള്ളതാണെങ്കിലും ചൂട് കൂടുന്ന പ്രദേശങ്ങളിലേക്കാണ് അത് കൂടുതലായിട്ടും കടന്നു വരുന്നത്. നിറങ്ങളിൽ മാത്രം ഒതുങ്ങുകയല്ല, കല അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് 100,000 ഐഡിയൻസുകളുണ്ട്. അത് വിഷ്വലാക്കുക. എൻ്റെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഞാൻ ചോദ്യങ്ങളായിട്ട് ചില ചോദിക്കുക, ഉത്തരങ്ങളായിട്ട് ഇറക്കുക. സ്വന്തം ചിന്തകളോട്, അഭിലാഷങ്ങളോട് കലയിലൂടെ നീതി പുലർത്തുകയാണ്. മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നവരുണ്ട്, കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഒപ്പം മുഖം തിരിച്ചു നിൽക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും നേരെ ചിത്രങ്ങൾ കഥ പറയുകയാണ്, നിലപാടറിയിക്കുകയാണ്. നെല്ലൈ മുരുകനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, സംസാരിക്കുന്ന ചിത്രങ്ങൾ, കഥ പറയുന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ ചരിത്രമുണ്ട്, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്, പല ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ കലാകാരന്മാർ വ്യത്യസ്തമായി ചിന്തിച്ച് അവരുടെ ആശയങ്ങൾ ഈ കലാരൂപങ്ങളിലൂടെ കൊണ്ടുവരികയാണ് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഈ കലയ്ക്ക് പിന്നിൽ എത്രമാത്രം തീക്ഷ്ണമായ അനുഭവങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതും കുട്ടിക്കാലം മുതൽ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ, ഒരുപക്ഷെ ഭൂരിഭാഗവും സമയങ്ങളിൽ അത്രമാത്രം തീക്ഷ്ണമായ പോരാട്ടങ്ങളുടെ കഥയാണെങ്കിൽ വരയ്ക്കുമ്പോഴും അതേ വരൂ എന്നുള്ളത് തന്നെയാണ്. ആ കഥയിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചത്. കാരണം ഡിഗ്രി ഷോ പഠിച്ചു കഴിഞ്ഞ് എന്താണ് ഞാൻ പഠിച്ചത് എന്ന് കാണിക്കുമ്പോൾ ഞാൻ ഈ കോഴ്സ് വഴി പഠിച്ചതും ഒപ്പം ഒരു ജീവിതത്തിലൂടെ പഠിച്ചതും ഇതാണ് എന്ന് തുറന്ന് കാണിക്കുകയാണ് രാഹുൽ ബുസ്കി നമ്മോട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കവണയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് കവണ ഞാൻ ഈ അടുത്ത കാലത്താണ് കാണുന്നത്. കവണ കാണുമ്പോൾ എനിക്കൊരു കൗതുകമായിരുന്നു, കാരണം അങ്ങനെ ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കവണ പറയുന്നത് പോലെ ഇപ്പോൾ എൻ്റെ അമ്മ ഉപയോഗിക്കുന്നത് ഈ കാക്കയെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊരു കൗതുകമാണ് ഈ കവണ എടുത്ത് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ ആ കവണ തൊട്ടപ്പുറത്ത്, കുറച്ച് കാതങ്ങളപ്പുറത്ത്, കുറച്ച് കിലോമീറ്റർ അപ്പുറത്ത് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ കവണ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായി മാറുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുകയാണ്. അപ്പോൾ ആ കടന്നു വന്ന വഴികൾ തന്നെയാണ് ഇവിടെ മനുഷ്യൻ്റെ കലയ്ക്ക് സ്വത്വം ഉണ്ടാക്കുന്നത്. ആ സ്വത്വത്തിലൂടെയാണ് കല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്തായാലും ഇത്തരം ആവിഷ്കാരങ്ങൾ, അത് സ്റ്റേറ്റ്മെൻറ്റുകളാണ്, അത് രാഷ്ട്രീയമായ സാംസ്കാരികമായ വാക്യങ്ങളാണ്, സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ നമ്മളിത് ഉയർത്തി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കലയിലൂടെ എങ്ങനെ ഞാൻ മുന്നോട്ട് പറയണം, അതിനെനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് കണ്ടെത്തിയവരുടെ ഒരു കൂട്ടം കൂടി ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ കണ്ണൂരിൽ നിന്നും കണ്ടത്. കണ്ണൂരിൽ ഒരു മയിൽ എങ്ങനെയാണ് ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥ മാറ്റത്തെ സൂചിപ്പിക്കുന്നതെന്ന് വളരെ സൂക്ഷ്മതയോട്ടൊരു കലാകാരൻ പറയുകയാണ്. തീർച്ചയായും ഒരു മയിൽ എങ്ങനെ, എന്താണ് ആ ചിത്രങ്ങളിൽ, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ എന്തുകൊണ്ട് മയിൽ വരുന്നു എന്ന കാര്യം അദ്ദേഹം നേരത്തെ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതുപോലെ ചരിത്രവും ആശയവും, അവരുടെ ആശയങ്ങളും എല്ലാം ഇങ്ങനെ കലയിലൂടെ കൊണ്ടുവന്ന് ശരിക്കും സംസാരിക്കുന്ന ചിത്രങ്ങൾ. അത് തന്നെയാണ് രാഹുലിന് അവിടെ കാണാൻ കഴിഞ്ഞത്. അതാണ് രാഹുൽ നമ്മളുമായി പങ്കുവച്ചത്.